വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫാനുമായുള്ള തെളിവെടുപ്പിനായി പ്രതിയെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ടിൻഡു, ഇപ്പോൾ എവിടെയാണ് ആദ്യം തെളിവെടുപ്പ്, അഫാനുമായി തെളിവെടുപ്പ് നടത്തുക? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അല്പസമയം മുമ്പാണ് പാങ്ങോട് പോലീസ് സ്റ്റേഷനിൽ നിന്നും അഫാനെ തെളിവെടുപ്പിന് വേണ്ടി പുറത്തേക്കിറക്കിയത്. ആദ്യം തെളിവെടുപ്പിനായി കൊണ്ടുപോകുന്നത് അഫാന്റെ ഉമ്മുമ്മ സൽമാ ബീവിയുടെ വീട്ടിലേക്കാണ്. അഫാന്റെ ആദ്യ കൊലപാതകം നടക്കുന്നതും ഈ സൽമാ ബീവിയുടെ വീടായിട്ടുള്ള പാങ്ങോട് കല്ലറ താഴെപ്പള്ളിയിലാണ്. ഈ ഉമ്മയെ, അതായത് വെഞ്ഞാറമൂട് പേരുമലയിലെ വീട്ടിൽ ഉമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതിന് ശേഷം അഫാൻ നേരെ പോയത് ഒരു ഫിനാൻസിലാണ്. ആ ഫിനാൻസിൽ നിന്നും പണം കടം വാങ്ങി ആഭരണം കൊണ്ട് തരാമെന്ന് പറഞ്ഞാണ് ഈ 16 കിലോമീറ്റർ ഇപ്പുറത്തേക്കുള്ള കല്ലറ പാങ്ങോട് താഴെപ്പള്ളിയിലുള്ള സൽമാ ബീവിയുടെ വീട്ടിലേക്ക് വന്നത്. അവിടെ എത്തി സൽമാ ബീവിയോട് ഈ പണം, ഈ സ്വർണം ആവശ്യപ്പെടുന്ന സമയത്ത് തർക്കമുണ്ടാകുന്നു. കയ്യിൽ കരുതിയ ചുറ്റിക ഉപയോഗിച്ച് കൊലപ്പെടുത്തുന്നു. അപ്പോൾ ആദ്യം ചെയ്ത കൊലപാതകം എന്ന് പറയുന്നത് സൽമാ ബീവിയുടെ കൊലപാതകമാണ്. ഈ കൊലപാതകത്തിലാണ് ആദ്യം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. പാങ്ങോട് പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്തത്. പാങ്ങോട് പോലീസാണ് ആദ്യം കസ്റ്റഡി അപേക്ഷ നൽകി അഫാനെ കസ്റ്റഡിയിൽ വാങ്ങിയത്. 3 ദിവസത്തേക്കാണ് കസ്റ്റഡി. അപ്പോൾ ഇന്ന് അഫാനെ കൊണ്ടുപോകുന്നത് സൽമാ ബീവിയുടെ വീട്ടിലേക്കാണ്. അവിടെ വെച്ച് തെളിവെടുപ്പ് നടത്തിയതിനു ശേഷം വെഞ്ഞാറമൂട് പേരുമലയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുമെന്നും പോലീസിന്റെ ഭാഗത്തു നിന്നും അറിയിപ്പ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതിനൊരു വ്യക്തത വരാത്തത് ഈ വെഞ്ഞാറമൂട് പോലീസ് ഇതുവരെ കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടില്ല. ഇതുവരെ കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ കസ്റ്റഡി അപേക്ഷ നൽകാത്തത് കൊണ്ട് തന്നെ ആ ഒരു ബുദ്ധിമുട്ട് കസ്റ്റഡി അപേക്ഷ നൽകാത്തത് കൊണ്ട് തന്നെ ഇത്തരത്തിൽ വെഞ്ഞാറമൂടേക്ക് പോകുന്നതിൽ ഒരു വ്യക്തത കുറവ്. എന്തായാലും ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നത് പോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ അഫാനിനൊപ്പം തന്നെ ഉണ്ട്. അഫാനെ ആദ്യം കൊണ്ടുപോകുന്നത് സൽമാ ബീവിയുടെ വീട്ടിലേക്കാണ്. അവിടെ നിന്നും തെളിവെടുപ്പ് നടത്തിയതിനു ശേഷം തിരികെ കോടതിയിൽ ഹാജരാക്കുക എന്നതാണ്. കാരണം മറ്റന്നാൾ അഫാന്റെ കസ്റ്റഡി കാലാവധി അവസാനിക്കും. പിന്നീട് വെഞ്ഞാറമൂട് പോലീസാണ് കസ്റ്റഡി അപേക്ഷ നൽകേണ്ടിയുള്ളത്. അപ്പോൾ എന്തായാലും നാടിനെ നടക്കിയ ക്രൂര കൂട്ടക്കൊലപാതകം, ഈ കൂട്ടക്കൊലപാതകത്തിൽ പ്രതി അഫാനുമായിട്ടുള്ള തെളിവെടുപ്പ് പാങ്ങോട് പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഈ പ്രദേശത്ത് തന്നെ നിറയെ ആളുകൾ തടിച്ചുകൂടിയത് കൊണ്ട് ഇന്ന് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച നമസ്കാര സമയമാണ്. ഈ നമസ്കാര സമയമായതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പള്ളിയുടെ സമീപത്താണ് വീട്. അതുകൊണ്ട് തന്നെ ആളുകൾ ഒത്തിരി തടിച്ചുകൂടാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ഈ തെളിവെടുപ്പ് സമയം പോലീസ് മാറ്റിയതായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് വൈകുന്നേരമായപ്പോൾ തന്നെ ഈ പള്ളി മേഖലയിൽ ആളുകൾ കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അഫാനെ ഈ സമയത്ത് തെളിവെടുപ്പിനായിട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ ആദ്യം കൊലപ്പെടുത്തിയത് അഫാന്റെ ഉമ്മുമ്മയാണ്, സൽമാ ബീവി. അതിനുശേഷം 1.5 പവന്റെ മാലയുമായിട്ട് കടന്നു കളയുന്നു. അതിനുശേഷം അഫാൻ ഈ ഫിനാൻസിൽ നിന്നും, അതായത് CDMA വഴിയാണ് അഫാൻ ഈ പണം ഫിനാൻസിലേക്ക് അയച്ചു കൊടുക്കുന്നതെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ കൊലപാതകം കഴിഞ്ഞ ശേഷം നേരെ പോയത് CDMAയിലേക്കാണ്, ATM കൗണ്ടറിലേക്കാണ്. അവിടെ നിന്ന് CDMA വഴി ഈ പണം ഫിനാൻസിലേക്ക് അയച്ചു കൊടുക്കുന്നു. അവിടെ നിന്നും പിന്നീട് പോകുന്നത് വെഞ്ഞാറമൂട് ചുള്ളാളത്തുള്ള വലിയപ്പായുടെ വീട്ടിലേക്കാണ്. അവിടെ വെച്ച് വലിയപ്പാനെ ക്രൂരമായിട്ട് ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുന്നു. അതിനുശേഷം വലിയമ്മയെ കൊലപ്പെടുത്തുന്നു. അവിടെ വെച്ച് സ്വന്തം കാമുകിയായിട്ടുള്ള ഫർസാന, വെഞ്ഞാറമൂട് സ്വദേശി തന്നെയാണ് ഫർസാനെ വീട്ടിലേക്ക് വന്ന് തന്റെ മുറിയിൽ ഇരിക്കാൻ ആവശ്യപ്പെടുന്നു. ആ സമയത്ത് ആവശ്യപ്പെട്ടതിനു ശേഷം തിരികെ സ്വന്തം ബൈക്കിൽ പേരുമലയിലുള്ള വീട്ടിലേക്ക് വരുന്നു. വീട്ടിലേക്ക് വന്ന് ഉമ്മയെയും അതുപോലെ തന്നെ വല്യമ്മേനെയും വല്യപ്പാനെയും കൊലപ്പെടുത്തിയ കാര്യം പറയുന്നു. ആ സമയത്ത് ഫർസാന ആശങ്ക പങ്കുവെക്കുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്ന പോലെ നമ്മളിപ്പോ ഇപ്പോൾ താഴെപ്പള്ളി, അതായത് പാങ്ങോട് താഴെപ്പള്ളിയിലുള്ള അഫാൻ കൊലപ്പെടുത്തിയ സൽമാ ബീവിയുടെ വീട്ടിലേക്കാണ് നമ്മളിപ്പോൾ എത്തുന്നത്. വീട്ടിൽ അല്പസമയത്തിനകം തെളിവെടുപ്പ് പുരോഗമിക്കും. നിറയെ ആളുകളാണ് അഫാനെ കാണാനായിട്ട് ആളുകൾ തടിച്ച് കൂടിയിട്ടുണ്ട്. അഫാന്റെ ദൃശ്യം ഇപ്പോൾ സൽമാ ബീവിയുടെ വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. അഫാൻ ആദ്യ കൊലപാതകം നടത്തുന്ന സൽമാ ബീവിയുടെ
വീട്ടിലേക്കാണ് അഫാനെ എത്തിച്ചിട്ടുള്ളത്. താഴെപ്പള്ളിയുടെ കല്ലറ പാങ്ങോട് താഴെപ്പള്ളിയുടെ സമീപത്ത് തന്നെയുള്ള വീടാണ്. റോഡ് സൈഡിൽ തന്നെയുള്ള വീടാണ്. ഈ വീട്ടിലാണ് ആദ്യ ക്രൂര കൊലപാതകം നടക്കുന്നത്. സ്വന്തം ഉമ്മയെ തലക്കടിച്ച് പരിക്കേൽപ്പിച്ചതിന് ശേഷം അഫാൻ വരുന്നത് ഈ താഴെപ്പള്ളിക്കടുത്തുള്ള ഈ വീട്ടിലേക്കാണ്. ഈ വീട്ടിൽ വെച്ചാണ് ഉമ്മുമ്മയെ കൊലപ്പെടുത്തുന്നത്. അപ്പോൾ അതിനുശേഷം അഫാൻ പോകുന്നത് CDMA-യിലേക്ക്. എന്തായാലും നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുമ്പോൾ തന്നെ നിരവധി ആൾ അഫാനെ കാണാനായിട്ട് ഇവിടെ തടിച്ചു കൂടിയിട്ടുണ്ട്. അപ്പോൾ വലിയ രീതിയിലുള്ള ജനക്കൂട്ടം ഇവിടെയുണ്ട്. പോലീസിന്റെ അതിതീവ്ര സുരക്ഷിതത്തോടു കൂടിയാണ് അഫാനെ ഈ ഉമ്മുമ്മ സൽമാ ബീവിയുടെ വീട്ടിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ്. ഉമ്മുമ്മയുടെ ചെറിയ വീട്ടിലേക്ക്, അതായത് ഈ സൽമാ ബീവിയുടെ വീടിന്റെ പുറകുവശത്തുള്ള ഒരു ചെറിയ വീട്ടിലാണ് ആദ്യ കൊലപാതകം നടക്കുന്നത്. അപ്പോൾ ആ വീടിനകത്തേക്ക് മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ല. എന്നിരുന്നാലും നിരവധി ആളുകളാണ് ഈ അഫാനെ നേരിട്ട് കാണാനായിട്ട് ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. നാടിൽ നടുക്കിയ ക്രൂര കൊലപാതകം നേരിട്ട് കാണാനായിട്ട് എല്ലാം എത്തിയിട്ടുള്ളത് നിരവധി ആളുകളാണ്. എന്തായാലും അതിക്രൂര കൊലപാതകം നാടിൽ നടുക്കിയ ക്രൂര കൊലപാതകത്തിൽ ആദ്യം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള പാങ്ങോട് പോലീസാണ് ഈ വിഷയത്തിൽ ആദ്യം കേസ് രജിസ്റ്റർ ചെയ്തത്. അതിനുശേഷമാണ് വെഞ്ഞാറമൂട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. എന്തായാലും ഇപ്പോൾ ഈ പാങ്ങോട് താഴെപ്പള്ളിയിലുള്ള സൽമാ ബീവിയുടെ വീട്ടിൽ തെളിവെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രിയോടുകൂടി ഈ പാങ്ങോട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് തെളിവെടുപ്പ് പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കണം. അതിനുശേഷം വെഞ്ഞാറമൂട് പോലീസ് എടുത്ത കേസാണ്. ആ കേസാണ് പിന്നീട് തെളിവെടുപ്പ് നടത്തേണ്ടത്. അതിനുശേഷം ഈ വെഞ്ഞാറമൂട് പോലീസ് കസ്റ്റഡി അപേക്ഷ കൊടുക്കുന്നതിന് മുന്നേ തന്നെ അഫാനെ ചികിത്സിക്കാനായിട്ടൊരു മെഡിക്കൽ ബോർഡിനെ തീരുമാനിച്ചിട്ടുണ്ട്. ആ മെഡിക്കൽ ബോർഡുമായിട്ട് നാളെ മെഡിക്കൽ ബോർഡിലെ ഡോക്ടർമാർ നാളെ അഫാനുമായി സംസാരിക്കും. അഫാന്റെ മാനസിക നിലയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് പരിശോധിക്കും. നിലവിൽ ഇതുവരെ അഫാന്റെ മാനസിക നിലയിൽ യാതൊരു പ്രശ്നവും ഇല്ല എന്നാണ് മെഡിക്കൽ ബോർഡ് നൽകിയിട്ടുള്ള ഒരു വിവരം. അങ്ങനെയെങ്കിൽ അഫാന് വീണ്ടും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കണം. കാരണം അഫാൻ ആവർത്തിച്ച് പറയുന്നത് എന്ന് ഈ തന്നെ അതായത് ഈ ഉമ്മയെയും അഥവാ വലിയമ്മയെയും ഉമ്മുമ്മയെയും സ്വന്തം കാമുകയെയും സ്വന്തം അനിയനെയും ക്രൂരമായിട്ട് കൊലപ്പെടുത്താൻ കാരണം സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വന്നിട്ടുള്ളത് കൊണ്ടാണ്. ഉമ്മ മരിച്ചു എന്ന് കരുതിയാണ് ബാക്കിയുള്ള എല്ലാവരെയും കൊല്ലാൻ തീരുമാനിച്ചത്. വലിയമ്മയെ കൊലപ്പെടുത്തിയത് തന്നെ വളരെ ക്രൂരതയോട് കൂടിയാണ്. ഉമ്മുമ്മ സൽമാ ബീവിയെ കൊലപ്പെടുത്തിയത് വളരെ ക്രൂരതയോട് കൂടിയത്. കാരണം സൽമാ ബീവി വയസ്സാം കാലത്ത് കുഴിയിലേക്ക് കാലും നീട്ടി, ഇങ്ങനെയാണ് പോലീസിന് പറഞ്ഞ മറുപടി. പോലീസിന് കൊടുത്ത മൊഴി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: അഫാൻ വയസ്സാം കാലത്ത് കുഴിയിലേക്ക് കാലും നീട്ടിയിരിക്കുന്ന തള്ളയാണ്. നിരവധി തവണ അവരോട് ഞാൻ ആ സ്വർണ്ണമാല ചോദിച്ചു സാറേ, പക്ഷേ അവർ ആ സ്വർണ്ണമാല തരാൻ തയ്യാറായില്ല. പോരാത്തതിന് തന്റെ ഉമ്മയാണ് ഇത്തരത്തിലുള്ള കടങ്ങൾ വരുത്തി വെച്ചതെന്ന് നിരന്തരം ഉമ്മയെ ആക്ഷേപിക്കുകയും ഉമ്മയെ കുറ്റം പറയുകയും ചെയ്തിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ മനസ്സിലുണ്ടായ ദേഷ്യമാണ് ഉമ്മയെ കൊല്ലാൻ പ്രേരിപ്പിച്ചത്. ഉമ്മ മരിക്കുന്ന സാഹചര്യത്തിൽ സ്വന്തം ഉമ്മയെ താൻ ക്രൂരമായി കൊല്ലുകയും ആ ഉമ്മ മരിക്കുകയും ചെയ്തു. ഉമ്മയെ കുറ്റം പറയുകയും ഉമ്മയെ കുറ്റപ്പെടുത്തുകയും അതുപോലെ തന്നെ ഉമ്മയെ തള്ളിപ്പറയുകയും ചെയ്ത ആളുകൾ ജീവനോടെ ഇരിക്കുന്നു. അവർ ജീവനോടെ ഇരിക്കേണ്ട എന്ന് തീരുമാനിക്കുകയായിരുന്നു. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉമ്മുമ്മയെയും അതോടൊപ്പം തന്നെ നിരന്തരം ഉമ്മയെയും വീട്ടുകാരെയും നിരന്തരം ആക്ഷേപിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്തിരുന്ന ഈ വലിയമ്മേനെ കൊന്നത് എന്ന വിചിത്രമായിട്ടൊരു മൊഴിയാണ് അഫാൻ പോലീസ് നൽകിയിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അപ്പൊ അനിയനെയും കാമുകിയും എന്തിനു കൊന്നു എന്ന ചോദ്യത്തിന് അവർ രണ്ടുപേരെയും ഒരുപാട് ഇഷ്ടമായിരുന്നു. കാമുകി താൻ മരിച്ചു പോയാലും തന്റെ കുടുംബക്കാർ മരിച്ചു പോയാലും ആ കാമുകിയെ മറ്റുള്ളവർ കുറ്റപ്പെടുത്തും. അതോടൊപ്പം തന്നെ അനിയനെയും മറ്റുള്ളവർ കുറ്റപ്പെടുത്തും. ആ ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാനാണ് താൻ കൊലപ്പെടുത്തിയതെന്ന വിചിത്രമായിട്ടുള്ളൊരു മറുപടിയാണ്, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വിചിത്രമായിട്ടുള്ളൊരു മൊഴിയാണ് അഫാൻ പോലീസ് നൽകിയിട്ടുള്ളത്. ഇന്ന് രാവിലെ അഫാന്റെ തെളിവെടുപ്പ് നടത്തേണ്ടതായിരുന്നു. പക്ഷെ പാങ്ങോട് പോലീസ് സ്റ്റേഷനിൽ രാവിലെ ശുചിമുറിയിലേക്ക് പോകുന്ന സമയത്ത് ശുചിമുറിയിലെ തിട്ടയിൽ നിന്നും കാല് തെന്നി തറയിലേക്ക് വീഴുകയായിരുന്നു. ആ സമയത്ത് അഫാന് ദേഹാസ്വാസ്ഥ്യമുണ്ടായി. അഫാനെ അടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റുകയും ഡോക്ടർമാരുടെ പരിശോധനയിൽ അഫാന് യാതൊരുവിധ ശാരീരിക ബുദ്ധിമുട്ടുകളോ ശാരീരിക പ്രയാസങ്ങളോ ഇല്ലാന്ന് കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് അഫാനെ തിരിച്ച്
ഈ പാങ്ങോട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചു. അഫാൻ ഭക്ഷണം കഴിക്കുന്നുണ്ട്, 3 നേരമൊക്കെ ഭക്ഷണം കഴിക്കുന്നുണ്ട്. പക്ഷെ അഫാൻ രാത്രി ഉറങ്ങാറില്ല. നമുക്ക് പുറത്ത് പോലീസ് സ്റ്റേഷന്റെ പുറത്ത് നിൽക്കുമ്പോൾ CCTV ദൃശ്യങ്ങളൊക്കെ കാണാൻ മനസ്സിലാവും. അഫാൻ അങ്ങോട്ടും ഇങ്ങോട്ടും സെല്ലിനുള്ളിൽ നടക്കുന്ന കാഴ്ചയാണ് എപ്പോഴും കാണാൻ സാധിക്കുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇന്ന് ഉന്നതതല യോഗം, പോലീസിന്റെ ഉന്നതതല യോഗം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ് രാവിലെ ഇത്തരത്തിലൊരു തെളിവെടുപ്പ് നടത്താൻ സാധിക്കാത്തത്. അതോടൊപ്പം തന്നെ ഈ പള്ളി നിസ്കാര സമയമാണ്. നിസ്കാര സമയത്ത് ഒരുപാട് ആളുകൾ വരും. ഇന്ന് വെള്ളിയാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ ആളുകളുടെ ഒരു കൂട്ടമുള്ളത് കൊണ്ട് തന്നെ ഇത്തരത്തിൽ അഫാനെ കൊണ്ടുവരുന്ന കാര്യത്തിൽ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് തന്നെയാണ് വൈകുന്നേരത്തേക്ക് തെളിവെടുപ്പ് മാറ്റിയതായാലും അല്പസമയത്തിനകം തെളിവെടുപ്പ് പൂർത്തിയാക്കും. അതിനുശേഷം വെഞ്ഞാറമൂട് അഫാന്റെ പേരുമലയിലെ വീട്ടിലേക്ക് പോകുമെന്നാണ് പോലീസ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇനി വെഞ്ഞാറമൂട് പോലീസാണ്, പാങ്ങോട് പോലീസിന്റെ തെളിവെടുപ്പ് പൂർത്തിയായതിനു ശേഷം വെഞ്ഞാറമൂട് പോലീസാണ് ഈ കേസിൽ തെളിവെടുപ്പും തുടർ അന്വേഷണങ്ങളും നടത്തേണ്ടത്. എന്തായാലും നിലവിൽ ഇപ്പോൾ സൽമ ബീവിയുടെ വീട്ടിലാണ് ഇത്തരത്തിൽ തെളിവെടുപ്പ് പുരോഗമിക്കുന്നത്. ദൃശ്യ ടിൻഡു, ഇപ്പോൾ സൽമ ബീവിയുടെ വീട്ടിലാണ് ഇപ്പോൾ അഫാനുമായി തെളിവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടാതെ ഇന്ന് മറ്റിടങ്ങളിലേക്കും കൂടി തെളിവെടുപ്പിൽ പോകാനുള്ള സാധ്യതയുണ്ട്. ഈ അഫാൻ ചുറ്റിക വാങ്ങി എന്ന് പറയുന്ന കടയിലേക്കും അതുപോലെ തന്നെ ഈ പണം വാങ്ങിയ ധനകാര്യ സ്ഥാപനത്തിലേക്കും ഒക്കെ തെളിവെടുപ്പിനായി കൊണ്ടുപോകാൻ സാധ്യതയുണ്ടോ? നിലവിൽ ദൃശ്യം നമുക്ക് അറിയാൻ സാധിക്കുന്നത്, പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ അഫാന്റെ ഈ വീട്ടിൽ, അതായത് അഫാന്റെ ഉമ്മുമ്മയുടെ ഈ വീട്ടിൽ തെളിവെടുപ്പ് നടത്തിയതിനു ശേഷം അഫാന്റെ പേരുമലയിലെ സ്വന്തം വീട്ടിലേക്ക് പോകാനുള്ള സാധ്യത മാത്രമാണ് മുന്നിൽ കാണുന്നത്. ആ ഒരു കാര്യം മാത്രമാണ് പോലീസ് പങ്കുവച്ചിട്ടുള്ളതും. ഇത്തരത്തിൽ അഫാന്റെ അതായത് ഈ കൊലപാതകം നടത്തിയിട്ട് അഫാൻ നേരെ പോയത് ചുള്ളാളത്തുള്ള വല്യപ്പാന്റെ വല്യമ്മയുടെ വീട്ടിലേക്ക് എന്നായിരുന്നു അഫാൻ നേരത്തെ മൊഴി കൊടുത്തത്. പക്ഷേ അഫാന്റെ വീട്ടിൽ പോയി അതായത് ഈ കൊലപാതകം നടത്തുന്നതിന് മുമ്പ് അഫാന്റെ വീട്ടിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ വീട്ടിൽ പോയി വെഞ്ഞാറമൂട് നിന്ന് ടിൻഡു ദാസ് ആണ് വിവരങ്ങൾ നൽകിയിരുന്നത്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫാനുമായുള്ള തെളിവെടുപ്പാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അഫാന്റെ ഉമ്മുമ്മ സൽമ ബീവിയുടെ വീട്ടിലെത്തിയാണ് ഇപ്പോൾ പോലീസ് അഫാനുമായി തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ടിൻഡു ദാസ് ആണ് വിവരങ്ങൾ നൽകിയത്.